തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവറിനെ പരിഹസിച്ച് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ്. PV അൻവർ അമ്പലപ്പറമ്പിൽ പോയി സംഭാവന കൊടുത്തിട്ട് അത് മൈക്കിലൂടെ വിളിച്ച് പറയിപ്പിക്കുകയാണ്. ബേപ്പൂർ CPIMന്റെ ഉറച്ച കോടയാണെന്നും M മെഹബൂബ് 24നോട് പറഞ്ഞു. PV അൻവറിന് എന്ത് പൊതുബന്ധമുള്ളത്? PV അൻവറിന്റെ രാഷ്ട്രീയം എന്താ? അയാളിപ്പം കാട്ടിക്കൂട്ടിയിരിക്കുന്ന കാര്യങ്ങളെന്താ? അതുകൊണ്ട് അതാണോ കേരളത്തിലെ വോട്ടർമാർ? കേരളത്തിലെ വോട്ടർമാർ സ്ഥാനാർത്ഥികളെയും സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയത്തെയും ജനാധിപത്യപരമായിട്ടൊക്കെ വിശകലനം നടത്തി വോട്ട് ചെയ്യുന്നവരാണ്. PV അൻവർ അവിടെ ഇവിടെയും പോവുകയും അമ്പലപ്പറമ്പ് പോയിട്ട് അവിടെ സംഭാവന കൊടുത്തിട്ട് മൈക്കിൽ വിളിച്ച് പറയിപ്പിച്ചതുകൊണ്ടൊന്നും വോട്ടാവില്ല. അങ്ങനെ നേരിടേണ്ട ഒരു സ്ഥാനാർത്ഥിയാണ് അൻവർ എന്ന് ഞങ്ങൾ ധരിക്കുന്നേ ഇല്ല. അതിലൊരു സംശയവും വേണ്ട. ബേപ്പൂർ നിയോജക മണ്ഡലം ഈ ജില്ലക്കകത്ത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. നിഖിൽ, വലിയ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ വിമർശനം? പ്രവിത, സ്മിത, PV അൻവറിനെതിരെ അതിരൂക്ഷ വിമർശനം കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടറി ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നു ജില്ലയിലെ ഏറ്റവും ശക്തമായ ഇടതുപക്ഷ വേരോട്ടമുള്ള മണ്ഡലമാണ് ബേപ്പൂർ എന്ന് പറയുമ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ LDFന്റെ അവിടുത്തെ ലീഡ് എന്ന് പറയുന്നത് കേവലം 148 വോട്ടാണ്. അത് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലമാണെന്ന് പറയുമ്പോൾ അവിടുത്തെ ഭൂരിപക്ഷം 148 എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വളരെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഒരുപക്ഷെ UDFന്റെ സംസ്ഥാനത്തെ ആദ്യത്തെ പ്രചരണം ആരംഭിച്ച സ്ഥാനാർത്ഥിയാണ് PV അൻവർ. PV അൻവർ ഇപ്പോൾ ബേപ്പൂരിലെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ അമ്പലപ്പറമ്പുകളിലും എത്തുകയാണ്. അതായത് ഇപ്പോൾ കൂടുതൽ ആളുകൾ ഉണ്ടാവുക സ്വാഭാവികമായിട്ടും അവിടെയാണ്. മലബാറിൽ ഉത്സവകാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉത്സവ പറമ്പുകളിലൊക്കെ അൻവർ ഉണ്ട്. അവിടെയൊക്കെ എത്തുന്നു, ഇതര മതസ്ഥരായ ആളുകളെ പോലും കണ്ട് അവരെ സ്വാധീനിക്കുന്നു. അത് വലിയ രീതിയിൽ ഒരു ക്യാമ്പയിനായി നടക്കുന്നുണ്ട്. അതെന്തൊക്കെ പറഞ്ഞാലും തിരുത്തി പറയാൻ കഴിയാത്തതാണ്. ആ മേഖലകളിലൊക്കെ അൻവർ എത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇടത് കേന്ദ്രങ്ങളെ ഇത് ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. ഈ ഘട്ടത്തിലാണ് CPM ജില്ലാ സെക്രട്ടറിയുടെ ഈ പ്രതികരണം വരുന്നത്. അൻവർ അമ്പലപ്പറമ്പുകളിൽ പോയി അവിടെ സംഭാവന കൊടുത്ത് മൈക്കിലൂടെ അത് വിളിച്ചു പറയിപ്പിക്കുകയാണ് എന്നുള്ള പരിഹാസമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അൻവറിന് എന്ത് രാഷ്ട്രീയമാണുള്ളത് എന്നുള്ള ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അൻവർ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്, എന്തൊക്കെയാണ് അദ്ദേഹം കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെയാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി ചോദിക്കുന്നത്. എന്തായാലും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടമായിരിക്കും ബേപ്പൂരിൽ നടക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് നേരിട്ട് PV അൻവർ വേഴ്സസ് മുഹമ്മദ് റിയാസ് എന്നുള്ള തരത്തിലായിരിക്കും. സംസ്ഥാനത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളിലൊന്നും കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി നേരിട്ടിറങ്ങുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ നേരിട്ട് പോരാട്ടം നയിക്കുന്ന, നേരത്തെ ഇടതുപാളയത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ മത്സരിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ ഇത്തവണ ബേപ്പൂരിലുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള പോരാട്ടം ബേപ്പൂരിൽ നടക്കും. അവിടെ ഇനി BJP സ്ഥാനാർത്ഥി ആര് എന്നുള്ള കാര്യത്തിൽ കൂടിയായിരിക്കും ഒരു സർപ്രൈസ് ഉള്ളത്. ഒരു പക്ഷേ അത് പ്രകാശ് ബാബു ആയേക്കുമെന്ന് അറിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അല്പം കൂടി മത്സരം കടുക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു ത്രികോണ പോരാട്ടത്തിലേക്കൊന്നും ബേപ്പൂർ പോകില്ല. മത്സരം നേരിട്ട് മുഹമ്മദ് റിയാസും PV അൻവറും തമ്മിലായിരിക്കും. അതിൽ ആർക്കൊപ്പം ജനം നിൽക്കും എന്നുള്ളത് സംസ്ഥാന രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടമായിരിക്കും അത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്മിത, പ്രവിത. ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.